പടം പിടിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, പടം പിടിക്കണമെങ്കിൽ നമുക്ക് കാശ് ചെയ്യണമെന്ന്. നമ്മുടെ കയ്യിൽ ജപ്പാൻ്റെ മാവ് ആയിട്ടുള്ള മിയാസാക്കി, തായ്ലൻഡിൻ്റെ ബനാന പിങ്ക്, അതുപോലെ ഡയമണ്ട് പേര, 20 തരം പേര, 10 തരം പ്ലാവ്, വിയറ്റ്നാം മേർലി പ്ലാവ്, ചോന്ന ചക്ക, അതുപോലെ തന്നെ മറ്റേ ആയൂർജാക്ക് പ്ലാവ് തുടങ്ങി വിദേശ പഴങ്ങൾ, ജബോട്ടിക്ക, മരമുന്തിരി, അതുപോലെ അബിയു, അതുപോലെ ബ്രസീലിയൻ്റെ ഞാവൽപ്പഴം, ലിപ്പോട്ട്, ബിഗ്നെ തുടങ്ങി 300-ൽ പരം സ്വദേശിയും വിദേശിയുമായ ഫലവൃക്ഷത്തൈകൾ, അതുപോലെ അലങ്കാര പൂച്ചെടികൾ, 6 തരം വളങ്ങൾ, ഗ്രോ ബാഗ്, ചകിരിക്കട്ട, ചകിരിച്ചോറ്, അതുപോലെ പലതരം വിത്ത് പാക്കറ്റുകൾ, അങ്ങനെ ഒരു പറമ്പിലേക്കും വീട്ടിലേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ തരം തൈകളും. ഇതിൻ്റെ വളമിടലും കാര്യങ്ങളൊക്കെ അതെല്ലാം നമ്മളോട് മേടിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് കൃഷി രീതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് സ്ഥലം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫലവൃക്ഷ പ്രചാരക സമിതിയും ഹരിത കേന്ദ്രം ഇടുക്കിയും അതുപോലെ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് അസോസിയേഷനും കൂടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ നമ്മൾ അധ്വാനിക്കുന്ന പണം മുഴുവൻ ആരോഗ്യരംഗത്താണ് ചിലവാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു മിളകെങ്കിലും അല്ലെങ്കിൽ ഒരു കറിവേപ്പെങ്കിലും വച്ചുപിടിപ്പിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ഫലവൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് നമ്മുടെ നാടിൻ്റെ സംസ്കാരം പൈതൃകവും ഊട്ടിയുറപ്പിക്കുന്നതിനും വായുവിനെയും ജലത്തെയും സംരക്ഷിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഫലവൃക്ഷ പ്രചാരക സമിതി അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാരാപ്പുഴ പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രകൃതി സ്നേഹികളും കർഷകരും ഈ പരിപാടിക്ക് വന്ന് ഇത് കാണുവാനും സ്വന്തമാക്കുവാനുള്ള ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.